എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി അങ്ങനെ ഈ വർഷത്തോടുകൂടി 3 വർഷ ഡിഗ്രി പ്രോഗ്രാം അവസാനിക്കുകയാണ്. പല വിദ്യാർത്ഥികളും കൂടെ കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്നൊരു സംശയം തന്നെയാണ്. ഇനി ഏത് പരീക്ഷയായിരിക്കും ആദ്യം നടക്കുക? അത് 3 വർഷ ബിരുദ വിദ്യാർത്ഥികളുടെയാണോ അതോ 4 വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ആയിരിക്കുമോ പരീക്ഷകളൊക്കെ ആദ്യം നടക്കുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. നമുക്ക് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. നമ്മുടെ കേരളത്തിൽ എന്ത് ചെയ്യാണ് 3 വർഷ ഡിഗ്രി വിദ്യാഭ്യാസം അങ്ങനെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളെ, സീനിയർ എന്ന് പറയാൻ സാധിക്കില്ല, സൂപ്പർ സീനിയേഴ്സ് വിദ്യാർത്ഥികളുടെ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ കൂടി മാത്രമേ ഇനി കഴിയാനുള്ളൂ. ഈ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ കഴിഞ്ഞ് നിങ്ങളുടെ കോളേജിലെ സൂപ്പർ സീനിയേഴ്സ് വിദ്യാർത്ഥികൾ കോളേജിൽ നിന്ന് പുറത്തു പോയി കഴിയുമ്പോൾ അതോടുകൂടി കേരളത്തിൽ 3 വർഷ ഡിഗ്രി വിദ്യാഭ്യാസം അവസാനിക്കുകയാണ്. അതോടുകൂടി ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി മാത്രമല്ല, കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ എം ജി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി, ഏത് യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥ എടുത്താലും ഇത് തന്നെയാണ് 3 വർഷ ഡിഗ്രി. ഈ ഇപ്പോൾ തേർഡ് ഇയർ വിദ്യാർത്ഥികളെ തേർഡ് ഇയർ വിദ്യാർത്ഥികളും കൂടിയാണ് അവസാന ബാച്ച്. അവരോടുകൂടി 3 വർഷ ഡിഗ്രി വിദ്യാഭ്യാസം കേരളത്തിൽ അവസാനിക്കുകയാണ്. ഇനിയുള്ളത് 4 വർഷ ബിരുദമാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു, ഇനി വരും വർഷങ്ങളിൽ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാമ്പിൾ ഇപ്പോൾ 3 വർഷ ഡിഗ്രി വിദ്യാഭ്യാസം കേരളത്തിൽ അവസാനിക്കുകയാണെങ്കിലും വരും വർഷങ്ങളിൽ എന്താണ് സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷകൾ ഉണ്ടാകും. കാരണം ഈ സപ്ലിയും ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള വിഷയങ്ങളൊക്കെ എഴുതണമല്ലോ, അതിനുവേണ്ടി എക്സാം ഉണ്ടാകും. അപ്പോൾ പല വിദ്യാർത്ഥികൾ നമ്മോട് ചോദിക്കുന്നൊരു കാര്യം തന്നെയാണ്, എക്സാമുകൾ കൃത്യമായി തന്നെ നടക്കുമോ? എക്സാമുകൾ തമ്മിൽ ക്ലാഷ് ഉണ്ടാകുമോ? ഇനി ഏത് എക്സാം, അത് 3 വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ ആണോ 4 വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ പരീക്ഷകളാണോ ആദ്യം നടക്കുക എന്നൊക്കെ പല വിദ്യാർത്ഥികളും നമ്മളോട് ചോദിക്കുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ പ്രധാനമായും നമുക്ക് ഇപ്പോഴത്തെ തന്നെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, 4 വർഷ ബിരുദ പരീക്ഷകളാണ് ആയി നടക്കുന്നത്. നമുക്ക് ഇപ്പോൾ തന്നെ കറൻ്റ്ലി നടക്കുന്ന എക്സാം ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താണ്, ഇപ്പോൾ FIUGP 1ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് സപ്ലിമെൻ്ററി നടക്കുന്നതും. അപ്പോൾ 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ FIUGP നടന്നപ്പോൾ തന്നെയാണ് സപ്ലിമെൻ്ററി പരീക്ഷയും നടന്നത്, അതിൻ്റെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കേസ് എടുക്കുമ്പോൾ ഇപ്പോൾ 2 പരീക്ഷകളും, അത് റെഗുലർ വിദ്യാർത്ഥികളുടെ ഒപ്പം തന്നെ ആണ് തന്നെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ നടത്തുന്നത്. 4 ഇയർ വിദ്യാർത്ഥികളുടെയും 3 വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷകളും ഒന്നിച്ച് തന്നെയാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇനി വരും വർഷങ്ങളിൽ ഇത് മാറാനും ചാൻസ് ഉണ്ട്. അങ്ങനെ മാറുവാണെങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, 4 ഇയർ ഡിഗ്രി വിദ്യാർത്ഥികളുടെ പരീക്ഷയാണ് ആദ്യം വിളിക്കുക. അതിനുശേഷം മാത്രമേ 3 വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ വിളിക്കുകയുള്ളൂ. തീർച്ചയായും കൂടുതൽ അപ്ഡേറ്റുകൾ വരും നാളുകളിൽ വരുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് അറിയിക്കാം. അപ്പോൾ പുതുമയെ കാണുന്നതിന് മൈ നെയിം ഈസ് കൃത ഫ്രം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.